ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്കറ്റ് ടോക്സ് വിത്ത് കിരൺ. നമ്മൾ നമ്മുടെ IPL ടീം റിവ്യൂ സീരീസ് തുടരുകയാണ്. ഇതുവരെയുള്ള വീഡിയോകൾ കാണാത്തവർ തീർച്ചയായും കാണുക. നമ്മൾ അടുത്ത ടീമിലേക്ക് പോവുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, നിലവിലെ ചാമ്പ്യന്മാർ. 2020 മുംബൈ ഇന്ത്യൻസിന് ശേഷം അത്രയും ഡോമിനേറ്റ് ചെയ്യാൻ മറ്റൊരു ടീമിനെ കാണുന്നത് കഴിഞ്ഞ സീസണിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ്. ക്വാളിഫയറിലും ഫൈനലിലും KKRന് യാതൊരു തരത്തിലുള്ള വെല്ലുവിളിയും ഉയർത്താൻ സൺറൈസേഴ്സിന് കഴിഞ്ഞില്ല. മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും കഴിഞ്ഞാൽ IPLൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീമാണ് കൊൽക്കത്ത, 3 തവണ. എന്നാൽ കഴിഞ്ഞ സീസണിൽ നിന്നും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുമായാണ് കൊൽക്കത്ത ഇത്തവണ എത്തുന്നത്. കഴിഞ്ഞ സീസണിൽ അവർക്ക് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഇക്കുറി ടീമിലില്ല. പകരം വെറ്ററൻ താരം അജിൻക്യ രഹാനെയാണ് KKRനെ നയിക്കുന്നത്. KKRന്റെ കിരീട നേട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ച മെന്റർ ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതോടെ ടീം വിട്ടുപോയി. കഴിഞ്ഞ തവണത്തെ പോലെ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് തന്നെയാണ് ഇത്തവണയും ഹെഡ് കോച്ച്. അദ്ദേഹത്തിന് കൂട്ടായി മെന്ററായി ഗംഭീറിന് പകരം ഡ്വെയ്ൻ ബ്രാവോയും ബൌളിംഗ് കോച്ചായി ഭരത് അരുണും ഒക്കെ ടീമിനൊപ്പമുണ്ട്. റിങ്കു സിംഗ്, വരുൺ ചക്രവർത്തി, സുനിൽ നരൈൻ, ആന്ദ്രെ റസൽ, ഹർഷിത് റാണ, രമൺദീപ് സിംഗ് എന്നിവരെ നിലനിർത്തിയ KKR 23.75 കോടി രൂപയ്ക്കാണ് വെങ്കിടേഷ് അയ്യരെ തിരികെ ടീമിലെത്തിച്ചത്. വെങ്കിടേഷ് അയ്യർ തന്നെയാണ് ഇത്തവണ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. നമുക്ക് KKRന്റെ സാധ്യത 11 നോക്കാം. കഴിഞ്ഞ സീസണിൽ KKRന് മികച്ച തുടക്കങ്ങൾ നൽകിയത് ഫിൽസാൾട്ട്, സുനിൽ നരൈൻ കൂട്ടുകെട്ടായിരുന്നു. ഇത്തവണ ഫിൽസാൾട്ട് ടീമിലില്ല. പകരം അവർക്ക് 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ക്വിന്റൺ ഡി കോക്ക്. രണ്ടാമത്തേത് അവർ വീണ്ടും തിരികെ ടീമിലെത്തിച്ച അഫ്ഗാനിസ്ഥാൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ റഹ്മനുള്ള ഗുർബാസ്. രണ്ടും സോളിഡ് ഓപ്ഷനാണ്. റഹ്മനുള്ള ഗുർബാസ് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ക്വിന്റൺ ഡി കോക്കും എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ്. അപ്പോൾ ഇവരിൽ ഒരാളായിരിക്കും സുനിൽ നരൈനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഒന്നുകിൽ അവർ ഡി കോക്കിനെ വെച്ച് തുടങ്ങി ഡി കോക്ക് ഫോം ആയില്ലെങ്കിൽ ഗുർബാസിലേക്കും, അല്ലെങ്കിൽ ഗുർബാസിനെ വെച്ച് തുടങ്ങി ഇനി ഗുർബാസ് ഫോം ആയില്ലെങ്കിൽ ഡി കോക്കിലേക്കും മടങ്ങാൻ സാധ്യതയുണ്ട്. ഇതിൽ ആരായിരിക്കും സുനിൽ നരൈനൊപ്പം ആദ്യ മത്സരത്തിൽ ഓപ്പൺ ചെയ്യുക എന്നത് അവരുടെ പ്രാക്ടീസ് മത്സരങ്ങളിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് സ്ലോട്ട് സെറ്റാണ്. ഒന്നുകിൽ ഡി കോക്ക് നരൈൻ, അല്ലെങ്കിൽ ഗുർബാസ് നരൈൻ. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത് സുനിൽ നരൈന്റെ ഫോമാണ്. കഴിഞ്ഞ സീസണിൽ KKRനായി ബാറ്റ് കൊണ്ട് മികച്ച തുടക്കങ്ങൾ നൽകിയെങ്കിലും അതിനുശേഷം നടന്ന ടൂർണമെന്റുകളിൽ ആ ഫോം ആവർത്തിക്കാൻ സുനിൽ നരൈന് കഴിഞ്ഞില്ല. കൂടാതെ പരിക്കും സുനിൽ നരൈനെ അലട്ടിയിരുന്നു. പരിക്ക് കാരണം CPLലെ എല്ലാ മത്സരങ്ങളും കളിക്കാൻ സുനിൽ നരൈന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ സുനിൽ നരൈന്റെ ഫോം ഒരു വറിയിങ് ഫാക്ടറാണ്. കഴിഞ്ഞ സീസണിലേതുപോലെ ബാറ്റ് കൊണ്ട് സുനിൽ നരൈന് മികച്ച പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞാൽ KKRന്റെ ഓപ്പണിംഗ് സെറ്റാണ്. അതിന് നരൈന് കഴിയുന്നില്ല എങ്കിൽ കഴിഞ്ഞ വർഷം സാൾട്ടും നരൈനും കൂടി നൽകിയ ആ ഓപ്പണിംഗ് പാർട്ണർഷിപ്പുകൾ KKRന് മിസ്സാവും. ഇനി 1 ഡൗൺ ആയി വരുന്നത് ക്യാപ്റ്റൻ കൂടിയ അജിൻക്യ രഹാനെയാണ്. അജിൻക്യ രഹാനെ നേരത്തെ KKRന് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലെയറാണ്. എന്നാൽ പിന്നീട് നമ്മൾ CSKയിൽ കണ്ടത് രഹാനെയുടെ മറ്റൊരു വെർഷനാണ്. ഒരു V2 വെർഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അത്രയും മികച്ച പ്രഹരശേഷിയിലാണ് രഹാനെ CSKയ്ക്ക് വേണ്ടി ബാറ്റ് വീശിയത്. ഇത്തവണ KKRന്റെ ക്യാപ്റ്റനായി എത്തുമ്പോഴും രഹാനെയുടെ ആ ഒരു CSK വെർഷൻ തന്നെ കാണാനാണ് എനിക്ക് ആഗ്രഹം. എന്നാൽ ക്യാപ്റ്റൻസിയുടെ ആ ഒരു പ്രഷർ കാരണം രഹാനെ ശൈലി മാറ്റുമോ എന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. ഇനി 4ാമനായി എത്തുന്നത് യുവതാരമായ ആംഗ്രിഷ് രഘുവംശിയാണ്. രഘുവംശി നല്ല ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. കഴിഞ്ഞ സീസണിൽ ചില മത്സരങ്ങളിൽ KKRനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് രഘുവംശി. രഘുവംശി ഒരു എക്സൈറ്റിംഗ് പ്ലെയർ ആണ്. 5ാമനായി വെങ്കിടേഷ് അയ്യർ. RCBയുമായി നടന്ന വാശിയേറിയ ലേലത്തിന് ശേഷം 23.75 കോടി രൂപയ്ക്കാണ് വെങ്കിടേഷ് അയ്യരെ കൊൽക്കത്ത വീണ്ടും തിരികെ എത്തിച്ചിരിക്കുന്നത്. ആ ഒരു ഹെഫ്റ്റി പ്രൈസ് ടാഗ്, അതായത് ഏകദേശം 23.75 കോടിയുടെ ആ ഒരു ഹെഫ്റ്റി പ്രൈസ് ടാഗ് വെങ്കിടേഷ് അയ്യരുടെ പെർഫോമൻസിനെ ബാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ അത് വെങ്കിടേഷ് അയ്യരുടെ പ്രകടനത്തെ അത്ര കണ്ട് ബാധിക്കാൻ സാധ്യതയില്ല. കാരണം 24 കോടി രൂപയുടെ ഭാരമായി ഒരു പുതിയ ടീമിലേക്കല്ല വെങ്കിടേഷ് അയ്യർ എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി KKR സെറ്റപ്പിന്റെ ഭാഗമാണ് വെങ്കിടേഷ് അയ്യർ. അങ്ങനെ KKR ക്യാമ്പിൽ ഒരു പരിചിത മുഖമായതുകൊണ്ട് തന്നെ ആ ഒരു ഹെഫ്റ്റി പ്രൈസ് ടാഗ് വെങ്കിടേഷ് അയ്യരെ ബാധിക്കാൻ സാധ്യതയില്ല. അതാണ് അവരുടെ മിഡിൽ ഓർഡർ: രഹാനെ, ആംഗ്രിഷ് രഘുവംശി, വെങ്കിടേഷ് അയ്യർ. പിന്നീട് നമുക്ക് ലോവർ മിഡിൽ ഓർഡർ നോക്കിയാൽ 6ാമനായി റിങ്കു സിംഗ്. KKRന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിപ്പെൻഡബിൾ ബാറ്ററാണ് റിങ്കു സിംഗ്. റിങ്കു സിംഗിനെ നമ്മളൊരു ഫിനിഷറായിട്ടാണ് കാണുന്നതെങ്കിലും 3 മുതൽ 8 വരെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിക്കാൻ കേപ്പബിലിറ്റിയുള്ള ബാറ്ററാണ് റിങ്കു സിംഗ്. കഴിഞ്ഞ സീസണിൽ KKR അത്രയും ഡോമിനേറ്റിംഗ് ആയിരുന്നതിനാൽ റിങ്കു സിംഗിന് കാര്യമായ പ്രകടനങ്ങളൊന്നും നടത്താൻ അവസരം ലഭിച്ചില്ല എന്നതാണ് സത്യം. ഇത്തവണയും നല്ല സ്ട്രോങ് ടോപ്പ് 5 തന്നെയാണ് KKRന്റേത്. അതുകൊണ്ട് തന്നെ റിങ്കു സിംഗിന് കാര്യമായ അവസരങ്ങൾ കിട്ടുമോ എന്ന് കണ്ടു തന്നെ അറിയണം. റിങ്കു സിംഗിന് ടോപ്പ് 5 ഒരു അവസരം നൽകി നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ KKRന്റെ ഈ ഒരു സെറ്റപ്പിൽ അത് എത്രത്തോളം നടക്കുമെന്ന കാര്യം എനിക്കറിയില്ല. എന്തായാലും ഏത് പൊസിഷനിലായാലും, അതായത് 3, 4, 5, 6, 7 അങ്ങനെ ഏത് പൊസിഷനിലായാലും റിങ്കു സിംഗ് തിളങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. അടുത്തത് 7ാമനായി ആന്ദ്രെ റസൽ. എക്സ്പ്ലോസീവ് ബാറ്ററാണ്. ടച്ചിലാണെങ്കിൽ റസലിനോളം ഡേഞ്ചറസ് ആയ മറ്റൊരു ബാറ്റർ ഇല്ല. കഴിഞ്ഞ കുറച്ച് സീസണുകൾക്ക് മുൻപ് RCBക്കെതിരെ 16 പന്തിൽ 52 റൺസ് വേണ്ട സാഹചര്യത്തിൽ ക്രീസിലെത്തിയ ആന്ദ്രെ റസൽ പന്തുകൾ ബാക്കി നിൽക്കെയാണ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തത്. അതായത് റിക്വയർഡ് റേറ്റ് 20ന് മുകളിലായിരുന്നെങ്കിലും റസലിന് അതൊരു വിഷയമായിരുന്നില്ല. അപ്പോൾ തന്നെ ഫിനിഷിംഗിൽ എത്ര ഡേഞ്ചറസ് ആണ് റസൽ എന്ന് നമുക്ക് മനസ്സിലാവും. അതുമാത്രമല്ല, റസൽ KKRന്റെ ഒരു പ്രധാനപ്പെട്ട ബോളിംഗ് ഓപ്ഷൻ കൂടിയാണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ റസൽ ഇഞ്ചുറി പ്രോൺ ആണ്.
അതായത് ഹാംസ്ട്രിങ് ഇഞ്ചുറി വല്ലാതെ അലട്ടുന്ന ഒരു പ്ലെയറാണ് ആൻഡ്രെ റസൽ. ആ ഇഞ്ചുറി ഇങ്ങനെ വീണ്ടും വീണ്ടും റിക്കറിംഗ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം കഴിഞ്ഞ IPL-ന് ശേഷം നടന്ന പല ടൂർണമെന്റുകളിലും എല്ലാ മത്സരങ്ങളും കളിക്കാൻ റസലിനായില്ല. ഇനി CPL-ലൊക്കെ കളിച്ച മത്സരങ്ങളിലാവട്ടെ റസലിന്റെ ഒരു ഫുൾ സ്റ്റീമോടെ ഒരു ഫുൾ ഫ്ലോയിൽ വന്ന് ബോൾ ചെയ്യാൻ റസലിന് കഴിഞ്ഞില്ല. ഒരു സ്പിന്നറിന്റെ കൂട്ടർ റണ്ണപ്പെടുത്ത് പതുക്കെ ഓടി വന്നാണ് പല മത്സരങ്ങളും റസൽ ബോൾ ചെയ്ത് തീർത്തത്. റസലിന്റെ ആ ഒരു ഇഞ്ചുറി റെക്കോർഡ് KKR-ന് ആശങ്കയ്ക്ക് വക നൽകുന്നുണ്ട്. KKR-ന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രാക്ടീസ് മാച്ചസിന്റെ ചില വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിൽ റസൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റണ്ണപ്പെടുത്ത് വന്നാണ് ബോൾ ചെയ്യുന്നത്. അതായത് ഫിറ്റ്നസിന്റെ ഒരു 80-90% റസൽ എത്തിയെന്നത് വ്യക്തമാണ്. ആ കാഴ്ച KKR-ന് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇനി എട്ടാമനായി രമൺദീപ് സിംഗ്. എട്ടാമനായി രമൺദീപിനെ പോലൊരു എക്സ്പ്ലോസീവ് ബാറ്റർ ഇറങ്ങുമ്പോൾ തന്നെ KKR-ന്റെ ഒരു ബാറ്റിംഗ് ഡെപ്ത് നമുക്ക് മനസ്സിലാവും. സുനിൽ നരൈൻ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉള്ളത് കൊണ്ടാണ് എട്ടാമത് രമൺദീപിനെ പോലൊരു പവർ ഹിറ്ററിന് ഇറങ്ങാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ആരെയും ഏത് എതിർ ബോളർമാരെയും പേടിപ്പിക്കുന്ന ഒരു ബാറ്റിംഗ് ഡെപ്ത് KKR-നുണ്ട്. നമുക്കൊന്ന് നോക്കിയാൽ ഓപ്പണിംഗിൽ ഡീകോക്ക് അല്ലെങ്കിൽ ഗുർബാസ്, നരൈൻ, രഹാനെ, രഘുവംശി, വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, ആൻഡ്രെ റസൽ, രമൺദീപ് സിംഗ്. ഏത് ഒപ്പോസിഷനെയും തങ്ങളുടേതായ ദിവസം ഡെസിമേറ്റ് ചെയ്യാൻ, അതായത് നിഷ്പ്രഭരാക്കാൻ കഴിയുന്ന ബാറ്റിംഗ് യൂണിറ്റാണ് KKR-ന്റേത്. ഇനി ബോളിംഗിലേക്ക് വന്നാൽ ഹർഷിത് റാണ. ഹർഷിത് റാണ കഴിഞ്ഞ സീസണിൽ KKR-ന് വേണ്ടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരമാണ്. ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പോഴും ചില മത്സരങ്ങളിൽ എക്സ്പെൻസീവ് ആവുമെങ്കിലും ഒരു പ്രോപ്പർ വിക്കറ്റ് ടേക്കറാണ്. റൺസ് കൊടുത്താലും വിക്കറ്റ് നേടുമെന്ന് വ്യക്തം. ഇനി വൈഭവ് അറോറ. വൈഭവ് അറോറയും കഴിഞ്ഞ സീസണിൽ KKR-ന് വേണ്ടി കളിച്ച താരമാണ്. അല്പം എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ടെങ്കിലും ഇൻസ്വിങ്ങും ഔട്ട്സ്വിങ്ങും ഒരുപോലെ എറിയാൻ കഴിയുന്ന ബോളറാണ് വൈഭവ് അറോറ. നല്ലൊരു എക്സൈറ്റിംഗ് യങ് ടാലന്റ് ആണ്. അതിനുശേഷം അവർക്ക് ബോളിംഗിൽ ഒരു ഫോറിൻ സ്ലോട്ട് ഉണ്ട്. അവിടെ ഒന്നെങ്കിൽ സ്പെൻസർ ജോൺസൺ അല്ലെങ്കിൽ ആൻഡ്രിക് നോർക്കിയ. നോർക്കിയയുടെ കാര്യം പറഞ്ഞാൽ ഇക്കഴിഞ്ഞ ടൂർണമെന്റുകളിലൊന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നോർക്കിയക്കായിട്ടില്ല. വളരെയധികം എക്സ്പെൻസീവ് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കൻ നാഷണൽ ടീമിന് വേണ്ടിയായാലും മറ്റ് ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടിയായാലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ നോർക്കിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് പണ്ട് DC-യിൽ കളിച്ചിരുന്ന എല്ലാവരും ഭയപ്പെട്ടിരുന്ന നോർക്കിയയുടെ ഒരു നിഴൽ മാത്രമാണ് ഇപ്പോഴുള്ളത്. പിന്നീടുള്ളത് സ്പെൻസർ ജോൺസൺ ആണ്. നോർക്കിയെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോമിലുള്ളത് സ്പെൻസർ ജോൺസൺ ആണ്. അപ്പോൾ ചിലപ്പോൾ തുടക്കം സ്പെൻസർ ജോൺസൺ ആണ് നറുക്ക് വിടാനാണ് സാധ്യത. പിന്നെ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് വെറൈറ്റി കൂടി സ്പെൻസർ ജോൺസണ് കാര്യങ്ങൾ അനുകൂലമാക്കുന്നുണ്ട്. അതിനുശേഷം ഇമ്പാക്ട് പ്ലെയറായി അവർ യൂസ് ചെയ്യാൻ പോകുന്നത് വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തിയുടെ കാര്യം നമുക്ക് പറയേണ്ട കാര്യം തന്നെയില്ല. കഴിഞ്ഞ സീസണിൽ KKR-ന് വേണ്ടി മിന്നുന്ന ഫോമിൽ കളിച്ച വരുൺ ചക്രവർത്തി പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യക്ക് വേണ്ടിയും അതേ ഫോം തന്നെയാണ് തുടരുന്നത്. അതിക്കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലായിക്കോട്ടെ അല്ലെങ്കിൽ അതിനു മുൻപ് നടന്ന മത്സരങ്ങളിലായിക്കോട്ടെ ചക്രവർത്തിയെ റീഡ് ചെയ്യാൻ ബാറ്റർമാർ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തന്റെ പന്തുകൾ കൊണ്ട് എതിരാളികളെ വരുൺ ചക്രവർത്തി വട്ടം കറക്കുമെന്നുള്ളത് വ്യക്തമാണ്. ഈ ബോളിംഗ് ലൈനപ്പിലെ ഒരു ഷുവർ ഷോട്ട് സക്സസും വരുൺ ചക്രവർത്തി തന്നെയാണ്. പ്രത്യേകിച്ച് അല്പം സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചാണെങ്കിൽ വളരെ ലീഥലായി വരുൺ ചക്രവർത്തി മാറും. ഇങ്ങനെയാണ് ഇവരുടെ പ്ലേയിങ് 12, അതായത് പ്ലേയിങ് 11 പ്ലസ് ഇമ്പാക്ട് പ്ലെയർ വരുന്നത്. ഓപ്പണിംഗിൽ ഡീകോക്ക് അല്ലെങ്കിൽ ഗുർബാസ്, പിന്നീട് സുനിൽ നരൈൻ, വൺ ഡൗണായി രഹാനെ, നമ്പർ 4 രഘുവംശി, നമ്പർ 5 വെങ്കടേഷ് അയ്യർ, ലോവർ മിഡിൽ ഓർഡറിൽ റിങ്കു സിംഗ്, ആൻഡ്രെ റസൽ, എട്ടാമനായി രമൺദീപ് സിംഗ്, പിന്നീട് ഹർഷിത് റാണ, വൈഭവ് അറോറ, സ്പെൻസർ ജോൺസൺ, നോർക്കിയ അതിലൊരാൾ, അതുപോലെ തന്നെ ഇമ്പാക്ട് പ്ലെയറായി വരുൺ ചക്രവർത്തി. വളരെ ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ടീമാണിത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അവരുടെ ബാറ്റിംഗ് ഡെപ്ത്. എട്ടാമനായി രമൺദീപ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ബാറ്റിംഗ് ഡെപ്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ബാറ്റിംഗ് സെറ്റാണ്. ടോപ്പ് ഓർഡർ സെറ്റാണ്, അതുപോലെ മിഡിൽ ഓർഡർ ആയാലും ലോവർ മിഡിൽ ഓർഡർ ആയാലും എല്ലാം സെറ്റാണ്. പിന്നെ ബൗളിംഗിലേക്ക് വന്നാൽ കുറച്ച് എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ട്. അതായത് ഹർഷിത് റാണ ആയാലും നമ്മുടെ വൈഭവ് അറോറ ആയാലും എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്പെൻസർ ജോൺസൺ, നോർക്കിയെ നമുക്കതൊരിക്കലും കഴിഞ്ഞ സീസണിലുള്ള മിച്ചൽ സ്റ്റാർക്കിന്റെ ആ ഒരു കാലിബറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് അല്ല സ്പെൻസർ ജോൺസൺ ആയാലും നോർക്കി ആയാലും. കാരണം കഴിഞ്ഞ ഫൈനലിൽ സ്റ്റാർക്കിന്റെ ഒരൊറ്റ സ്പെല്ലാണ് കളി തിരിച്ചത് സൺറൈസേഴ്സിനെതിരെ. 250 നിഷ്പ്രയാസം സ്കോർ ചെയ്തുകൊണ്ടിരുന്ന ടീമിനെ ആ ഒരു പവർ പ്ലേയിൽ തന്നെ വീഴ്ത്താൻ മിച്ചൽ സ്റ്റാർക്കിനായി. അപ്പോൾ മിച്ചൽ സ്റ്റാർക്കിന് ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റ് അല്ല സ്പെൻസർ ജോൺസൺ ആയാലും ആൻഡ്രിച്ച് നോർക്കി ആയാലും. അവിടെ ആ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഹർഷിത് റാണയും വൈഭവ് അറോറയും കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു. അവർ എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും വിക്കറ്റ് ടേക്കേഴ്സ് ആണ്. ഇവിടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷുവർ ഷോട്ട് സക്സസ് എന്ന് പറയുന്നത് വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തി ഉറപ്പായിട്ടും എതിരാളികളെ വട്ടം കറക്കുകയും വിക്കറ്റ് വീഴ്ത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ വരുൺ ചക്രവർത്തി ഒരു ഷുവർ ഷോട്ട് സക്സസ് ആണ്. പിന്നീട് ആൻഡ്രെ റസൽ, സുനിൽ നരൈൻ, ഇവരുടെ ഒരു കാര്യം പറഞ്ഞ് ഇവരുടെ ആ ഒരു ഇഞ്ചുറി പ്രശ്നം, അതിൽ കൂടുതലും ആ പ്രശ്നം വരാൻ സാധ്യതയുള്ള റസലിനാണ്. റസൽ ആ ഒരു ഇഞ്ചുറി പ്രശ്നം ഇല്ലാതെ ഒരു 2-3 ഓവർ തൻ്റെ ഒരു ഫുൾ ഫ്ലോയിൽ എറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഇവരുടെ ടീമിനെ വല്ലാതെ ഒരു ഉയർത്തും. എന്ന് വെച്ചാൽ അവർക്ക് ഒരു വല്ലാത്തൊരു സ്ട്രെങ്ത് കൂടി നൽകും. കാരണം ആൻഡ്രെ റസൽ ഫുൾ ഫ്ലോയിലാണെങ്കിൽ ഡെത്ത് ഓവേഴ്സിൽ നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ കഴിയുന്ന പ്ലെയറാണ്. അതുപോലെ സുനിൽ നരൈൻ്റെ ഫോം, കാരണം വരുൺ ചക്രവർത്തിക്ക് ഒരു ഒരു പക്കായിട്ട് കോംപ്ലിമെന്റ് ചെയ്യാൻ സുനിൽ നരൈനോട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോളിംഗ് സെറ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ ബാറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോളിംഗ് കുറച്ച് വീക്കായിട്ട് തോന്നും. കാരണം മിച്ചൽ സ്റ്റാർക്ക് ഒഴിച്ചിട്ട പ്ലേസിൽ പകരം ആളില്ല. അതുപോലെ വരുൺ ചക്രവർത്തി ഫോമിലാണ്. അതുപോലെ മിഡിൽ ഓവേഴ്സിൽ വരുൺ ചക്രവർത്തിയുടെ കൂടെ റൺസ് കൺട്രോൾ ചെയ്യാൻ, അതായത് സുനിൽ നരൈൻ റൺസിന് പോയില്ല എങ്കിൽ, അതായത് സുനിൽ നരൈന് തൻ്റെ ആ ഒരു പഴയ ഹൃദയത്തിലേക്ക് തിരിച്ചെത്തി എതിരാളികളെ ആ ഒരു റെസ്ട്രിക്റ്റ് ചെയ്യാൻ സുനിൽ നരൈനും കഴിഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഓവേഴ്സ്
ഏതൊരു ടീമിന് ഭയങ്കര പ്രശ്നമാവും. കാരണം വരുൺ ചക്രവർത്തിയെ റീഡ് ചെയ്യാൻ പാടാണ്, അതുപോലെ അടിക്കാൻ പാടാണ്. അങ്ങനെ വരുമ്പോൾ വരുൺ ചക്രവർത്തിക്ക് വിക്കറ്റ് കിട്ടും. സുനിൽ നരൈനും ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇഞ്ചുറി ഇഷ്യൂസ് ഒന്നുമില്ലാതെ ആ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിഡിൽ ഓവേഴ്സ് ഇവർക്ക് സുഖമായിട്ട് ബൗളിങ്ങിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുള്ള ബോളേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ കൊൽക്കത്തയിലെ പിച്ച് ബാറ്റിങ്ങിനെ തുണച്ചു കഴിഞ്ഞാൽ അവിടെ അത് ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചാണ് ഈഡൻ ഗാർഡൻസിൽ ഉള്ളത്. അപ്പോൾ അത് വരുമ്പോൾ എന്തായാലും എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ റസലിൻ്റെ ആ ഒരു ഇഞ്ചുറി ഇഷ്യൂസ് ഒക്കെ ഒരു ഫുൾ ഫ്ലോയിൽ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹർഷിതും വൈഭവും അങ്ങനെ തന്നെയാണ്. പിന്നെ രമൺദീപ് സിംഗിനെയും കൊണ്ട് വേണമെങ്കിൽ കുറച്ച് 1-2 ഓവർ എറിയിക്കാം. അതുപോലെ വെങ്കടേഷ് അയ്യറും ഒരു ഓൾറൗണ്ട് കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 ബൗളിംഗ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾക്ക് മെയിൻ ഹർഷിത്, വൈഭവ്, സ്പെൻസർ, വരുൺ, രമൺദീപ്, റസൽ, അതുപോലെ വെങ്കടേഷ് അയ്യർ, അങ്ങനെ 7 ബൗളിംഗ് ഓപ്ഷൻ ഇവർക്കുണ്ട്. പിന്നെ ഈ ബൗളേഴ്സിന്റെ ഫോമാണ് ഒരു പ്രധാന വിഷയമായിട്ട് വരുന്നത്. ബാറ്റിംഗിലായാലും ഞാൻ പറഞ്ഞ പോലെ സുനിൽ നരൈനും ആന്ധ്ര റസലും ഫുൾ ഫിറ്റ് ആണ്, ഫുൾ ഫോമിലാണ്, ഫുൾ ഫ്ലോയിലാണ്. അതുപോലെ രഹാനയുടെ ആ ഒരു CSK വെർഷനും കൂടെ ഉണ്ടെങ്കിൽ ഇവർ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരിക്കും. കാരണം രഹാനെ CSKക്ക് വേണ്ടി കളിച്ച കളി നമുക്കറിയാം. പണ്ട് 120-130 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്ലെയർ വന്നിട്ട് 160-170 സ്ട്രൈക്ക് റേറ്റിലൊക്കെ ചെപ്പോക്കിൽ വരെ ചുമ്മാ 6 അടിക്കുന്നത്. അതായത് ആ ഒരു 6 ഹിറ്റിംഗ് കേപ്പബിലിറ്റി അതിന് മുൻപ് ഒരു സീസണുകളിൽ ഞാൻ രഹാനയിൽ കണ്ടിട്ടില്ല. CSK വന്നിട്ടാണ് ആ ഒരു 6 ഹിറ്റിംഗ് എബിലിറ്റി അത്രയും പക്കയായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രഹാനെ ആ ഒരു CSK ഒരു V2 വെർഷനും അതുപോലെ ഞാൻ പറഞ്ഞ നരൈൻ, അതുപോലെ റസൽ ഇഞ്ചുറി ഇഷ്യൂസും ഇല്ല. ഗുർബാസ് ഫോമിലാണ്, കഴിഞ്ഞ സീസണിൽ നല്ല ഫോമിലായിരുന്നു. അതുപോലെ ഡീകോക്ക് ആയാലും ടച്ചിലായി കഴിഞ്ഞാൽ വളരെ മികച്ചൊരു ടീമാണ്. നമുക്ക് നോക്കിയാൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഉണ്ട്. അതായത് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിട്ട് ഡീകോക്ക് ഉണ്ട്, നരൈൻ ഉണ്ട്, വെങ്കടേഷ് അയ്യർ ഉണ്ട്, റിങ്കു സിംഗ് ഉണ്ട്. അതുപോലെ 4 പേര് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അതുപോലെ ടോപ്പ് 8-ലെ മറ്റ് 4 പേര് റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. പ്രോപ്പർ ലെഫ്റ്റ് റൈറ്റ് കോംബോ ഇവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഒരു പ്ലേയിങ് 12 ആണ് ഇവരുടെ. ഡിപ്പെൻസ് ഓൺ ദാറ്റ് കണ്ടീഷൻ. അതായത് സുനിൽ നരൈനും ആന്ധ്ര റസലും മാച്ച് ഫിറ്റ് ആണ് എന്നുള്ള കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറെ ഓക്കെയാണ്. അതുപോലെ നമ്മൾ രഹാനയുടെ കാര്യം പറഞ്ഞതും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഒരു മൂന്ന് പസിൽ ആ ജിക്സോയിൽ കറക്റ്റായിട്ട് വീഴുകയാണെങ്കിൽ ഇതൊരു ഡേഞ്ചറസ് സൈഡാണ്. ഇനി നമുക്ക് ബാക്കപ്പ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കപ്പ് ഉള്ളത് ലവ്നിത് സിസോഡിയ നല്ലൊരു യങ് പ്ലെയർ ആണ്. അപ്പോൾ ഞാൻ അവരുടെ പ്രാക്ടീസ് മാച്ച് കണ്ടപ്പോൾ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അൺഓർത്തഡോക്സ് ഷോട്ട്, സ്കൂപ്പ് പോലുള്ള അൺഓർത്തഡോക്സ് ഷോട്ട് അനായാസം കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ലവ്നിത് സിസോഡിയെ തോന്നിയത്. പക്ഷേ ലവ്നിത് സിസോഡിയ എങ്ങനെ ഈ ഒരു ടീമിലേക്ക് വരും എന്നുള്ളത് ഡൗട്ടാണ്. കാരണം ഇത് ഇവർക്ക്, അതായത് ഈ ഒരു ഞാൻ പറഞ്ഞൊരു പ്ലേയിങ് 12 എന്ന് പറയുന്നത് ഒരു സക്സസ് എന്ന ഫോർമുലയാണ് KKRന്. ആ ഒരു സക്സസ് കിട്ടിയ ഫോർമുല പൊളിക്കാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. ഇനിയും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ടുള്ള ഒരു ഇതൊക്കെ അവർ നടത്തുള്ളൂ, ഒരു സ്വിച്ചിങ് ഒക്കെ അവർ നടത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആംഗ്രിഷ് രഘുവംശിയുടെ സ്പോട്ട് മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളത്. വേറൊരു സ്പോട്ടും ആ ഒരു ടോപ്പ് 8-ൽ കാണുന്നില്ല. അപ്പോൾ സിസോഡി വരുന്നെങ്കിൽ തന്നെ അവിടെ പകരമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പ്ലെയർ ഉള്ളത് നമുക്ക് പിന്നെ ഒരു മനീഷ് പാണ്ഡെയാണ്. മനീഷ് പാണ്ഡെ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, പഞ്ചാബ് 2014 തോന്നുന്നു, പഞ്ചാബിനെതിരെയുള്ള ഫൈനലിൽ മനീഷ് പാണ്ഡെയാണ് ഒരു കൂറ്റൻ സ്കോർ ചേസ് ചെയ്തിട്ട് മനീഷ് പാണ്ഡെയുടെ മികവിലാണ് KKR എന്ന കിരീടം നേടുന്നത്. പക്ഷേ എന്നാൽ ആ ഒരു ഫോമിലല്ല മനീഷ് പാണ്ഡെ ഇപ്പോൾ ഒരു മോശം ലീൻ പാച്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല മനീഷ് പാണ്ഡെ ഇവിടെ ഫിറ്റ് ആവുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയില്ല. കാരണം ആ ഒരു ആംഗ്രിഷ് രഘുവംശിയുടെ ആ ഒരു സ്ലോട്ട് മാത്രമേ മാറ്റാനായിട്ടുള്ളൂ. ബാക്കി ആരും അവിടെ സ്വിച്ച് ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് അല്ല. കാരണം കോമ്പിനേഷൻ ഹിറ്റ് ആവും. അതുകൊണ്ട് തന്നെ മനീഷ് പാണ്ഡെ പ്ലേയിങ് ലെവലിൽ എത്തുന്നത് എനിക്കറിയില്ല, അതിന് സാധ്യത കുറവാണ്. ലവ്നിത് സിസോഡിയുടെ കാര്യം അത് തന്നെ. പിന്നീട് ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് പെർഫെക്റ്റ് ഉള്ളത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഓപ്പണിംഗ് സ്പോട്ടിൽ ഗുർബാസ് അല്ലെങ്കിൽ ഡീകോക്ക് ഇവരിൽ ഒരാളായിരിക്കും. ഇനി ഒരാൾ ഫോമിൽ അല്ലെങ്കിൽ ഈസിലി അടുത്ത ആളെ സ്വാപ്പ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് മൊയിൻ അലിയാണ്. മൊയിൻ അലി നല്ല പ്ലെയർ ആണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ഇവിടെ റസലിന് പകരമായിട്ട് നമുക്ക് മൊയിൻ അലിയെ പെട്ടെന്ന് സ്വാപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒന്ന്, മൊയിൻ അലി ഒരു സ്പിന്നറാണ്, റസൽ ഒരു ഫാസ്റ്റ് മീഡിയം ബോളറാണ്. അതുപോലെ റസൽ ഒരു ഫിനിഷറാണ്, മൊയിൻ അലി ഒരു ഫിനിഷർ അല്ല. മൊയിൻ അലിയെ നമുക്കൊരു ഫിനിഷിംഗ് റോളിൽ ഇടാൻ പറ്റില്ല. മൊയിൻ അലി കൂടുതലും 3, 4, 5 ആ ഒരു സ്ലോട്ടിൽ കളിക്കുന്ന പ്ലെയർ ആണ് മൊയിൻ അലി. അപ്പോൾ ഒരു ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് അല്ല ഒരിക്കലും അത്. കാരണം നമുക്ക് അവരെ ഡയറക്റ്റ് സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് പോയി ഫിനിഷ് ചെയ്തോളാം, മൊയിൻ അലിയോട് പോയി ഫിനിഷ് ചെയ്യാൻ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ടീമിൽ അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. പിന്നീടുള്ളത് റോവ്മാൻ പവലാണ്. റോവ്മാൻ പവൽ ബാറ്റിംഗ് വൈസ് നമുക്കൊരു ഫിനിഷറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, റസലിന് പകരം ഫിനിഷറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ റസലിൻ്റെ ഒരു ബോളിംഗ് കേപ്പബിലിറ്റി റോവ്മാൻ പവലിൽ കിട്ടില്ല, അതൊരു ഇഷ്യൂ ആണ്. പിന്നീട് അനുകുൽ റോയ് ഉണ്ട്, അതുപോലെ മായങ്ക് മാർക്കണ്ഡെ ഉണ്ട്. പക്ഷെ മായങ്ക് മാർക്കണ്ഡെയും 3 സ്പിന്നറായിട്ട് പോകണമെങ്കിൽ മായങ്ക് മാർക്കണ്ഡെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ എന്നാലും ഈ ഒരു സ്ക്വാഡിൽ എവിടെ വരും എന്നുള്ള കാര്യം എനിക്കറിയില്ല. 3 സ്പിന്നേഴ്സിനെ വേണമെങ്കിൽ വരുൺ ചക്രവർത്തിയുടെ, സുനിൽ നരൈൻ്റെയും കൂടെ മായങ്ക് മാർക്കണ്ഡെ യൂസ് ചെയ്യാം. പക്ഷേ നിലവിലെ സാഹചര്യം വെച്ചിട്ട് സാധ്യത കുറവാണ്. പിന്നീട് അവരുടെ ടീമിൽ ഉമ്രാൻ മാലിക് ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്രാൻ മാലിക് പരിക്ക് മൂലം വിഡ്രോ ചെയ്തു. ഇപ്പോൾ ഉമ്രാൻ മാലിക്കിൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞ ഒരു ഡിക്ലൈനിലാണ്. കാരണം ആ ഒരു
റോ പേസർ അത്രയും നല്ല രീതിയിൽ വന്നിട്ട് പിന്നെ ഒരു സീസൺ പരിക്ക്, പിന്നെ ഒരു സീസൺ ഫുൾ ബെഞ്ചിലായി, ഇപ്പോൾ വീണ്ടും പരിക്ക്, അങ്ങനെ പ്രശ്നങ്ങൾ പറ്റി പോയി. പകരം ചേതൻ സക്കറിയയാണ് ഉമ്രാൻ മാലിക്കിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ചേതൻ സക്കറിയ നമുക്കറിയാം അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ബോളറാണ്. വേണമെങ്കിൽ ഇനി വൈഭവ് അറോറയോ ഒന്നും അത്ര ഫോമിലല്ല, സ്ഥിരം നന്നായിട്ട് എക്സ്പെൻസീവ് ആവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഓപ്ഷനാണ്. അപ്പോൾ അത്രയൊക്കെയാണ് അവരുടെ ഒരു ബാക്കപ്പ് എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പം ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് ഉള്ളത് നമുക്ക് ഓപ്പണിംഗ് സ്ലോട്ടിൽ മാത്രമാണ്. പിന്നെ റോമാൻ പവലിനെ വേണമെങ്കിൽ, റസൽ ഫിറ്റ് അല്ല, റസൽ എല്ലാ മത്സരവും കളിക്കുന്നില്ലെങ്കിൽ ഫിനിഷിംഗ് റോളിൽ റോമാൻ പവലിനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ മൊയിൻ അലിയെ കൊണ്ടുവന്ന് മൊയിൻ അലിയെ ആ മിഡിൽ ഓർഡറിലോട്ട് ഇട്ടിട്ട് അവിടെയുള്ള ആരെയെങ്കിലും നമുക്ക് ഫിനിഷിംഗ് റോളിലേക്ക് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഒരു റെഡ്ലി ഒരു ഫിനിഷർ അല്ല മൊയിൻ അലി. അങ്ങനെ ചെറിയൊരു ഇഷ്യൂ അവിടെ ഉണ്ട്. അതാണ് അവരുടെ ബാക്കപ്പിനെ പറ്റി, ബെഞ്ച് സ്ട്രെങ്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിരീടം നിലനിർത്തുമോ എന്ന് എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ അതിനുള്ള ടീം അവരുണ്ട്, ബട്ട് വിത്ത് കണ്ടീഷൻസ് അപ്ലൈഡ് എന്ന് പറയേണ്ടി വരും. അതായത് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുനിൽ നരേൻ്റെയും അതുപോലെ ആന്ദ്രെ റസലിൻ്റെയും ഫിറ്റ്നസ് ആൻഡ് ഫോം ഇഷ്യൂസ് അത് സോർട്ടഡ് ആണ്. അതുപോലെ രഹാനെ ഒരു ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിച്ച ഒരു V2 വെർഷനാണ്. അങ്ങനെയെങ്കിൽ അവരുടെ ബാറ്റിംഗ് സോർട്ടഡ് ആണ്. പിന്നീട് ബൗളിംഗ് ആണ്. ബൗളിംഗ് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മിഡിൽ ഓവേഴ്സിൽ നമ്മുടെ സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും ഫോമാണ്. അതുപോലെ ബോളിങ്ങിലും വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും, അതായത് കാരണം മിച്ചൽ സ്റ്റാർക്കിന് ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റ് ഇപ്പോഴും ഇല്ല. എന്നാൽ വേറൊന്ന് പറയാം, വേണമെങ്കിൽ മിച്ചൽ സ്റ്റാർക്ക് ആദ്യ മത്സരങ്ങളിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു എന്ന് പറയാം. പക്ഷേ എന്നാലും ടൂർണമെന്റിന്റെ അവസാനം ആയപ്പോഴേക്കും മിച്ചൽ സ്റ്റാർക്ക് തന്റെ ഒരു പഴയ അർത്ഥത്തിൽ വരികയും ആ ഒരു പവർ പ്ലേയിൽ തന്നെ എതിർ ടീമിൽ ഡെന്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മിച്ചൽ സ്റ്റാർക്കിന് പറ്റിയ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. അങ്ങനെ ബൗളിങ്ങിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അതായത് നമുക്ക് ഷുവർ ഷോട്ട് സക്സസ് ആയിട്ട് വരുൺ ചക്രവർത്തി ഉണ്ട്. പിന്നെ സുനിൽ നരേൻ്റെയും റസലിൻ്റെയും ഫോം എങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. അതൊക്കെയാണ് എനിക്കൊരു ചെറിയ സംശയങ്ങളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുനിൽ നരേനും ആന്ദ്രെ റസലും ഫുള്ളി ഫിറ്റ് ആണ്, ആ ഒരു ഫുൾ ഫ്ലോയിലാണ് എങ്കിൽ അവർക്ക് തീർച്ചയായും ചാൻസസ് ഉണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ അവർ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല ഫോമിലാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പല പ്രശ്നങ്ങളും ഫുള്ളി ഒരു 90% എങ്കിലും സോർട്ടഡ് ആവും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കിരീടം നിലനിർത്താനുള്ള സാധ്യതയുണ്ട്. അത്രയും ഡേഞ്ചറസ് സ്ക്വാഡാണ് അവർ ഇനിയുള്ളത്. കാരണം ഇനി അവർ ഏത് ഷേപ്പിലാണ് വരുന്നത്, പിന്നീട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും ഈ ഒരു സ്ക്വാഡ് അനാലിസിസ് വെച്ചിട്ട് അവർക്ക് കിരീടം നിലനിർത്താൻ സാധ്യതയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വാഡ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കപ്പിന്റെ ചില പ്രശ്നങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ പ്ലേയിങ് 12 എന്ന് പറയുന്നത് ഹൈലി ഡേഞ്ചറസ് സൈഡാണ്. അപ്പോൾ ആ ഒരു പ്ലേയിങ് 12 ക്ലിക്ക് ആകുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ചാൻസ് ഉണ്ട്. എന്താണ് KKRന്റെ പ്ലേയിങ് 11നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? KKRന് ഇക്കുറി കിരീടം നിലനിർത്താൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ടീമിന്റെ റിവ്യൂമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.